എല്ലാവർക്കും നമസ്കാരം. മാച്ച് ചാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nurture, harmony, relaxation, guidance, protection, divine support. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുണ്ടാവുക. ഒരു സ്വസ്ഥതയും സമാധാനവും, പ്രത്യേകിച്ച് മക്കളെ കൊണ്ടിട്ട് അടുത്തിടയ്ക്ക് കുട്ടികളുടെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അടുത്തിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു മാസം ഒരു സമാധാനമുള്ളൊരു സമയമായിരിക്കും. കാരണം കുട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സന്തോഷം നിറഞ്ഞ സാഹചര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്, പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്ത് പറയാനുള്ള പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ, അതായത് മിസ്കാരേജസ്, അബോഷനൊക്കെ ആയി പോയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഈ ഒരു സമയം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ഉള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെയധികം കൺസീവ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു, അതായത് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. വളരെയധികം ആ ഒരു ഫെർട്ടിലിറ്റി, ആ ഒരു എനർജി വളരെ പോസിറ്റീവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു മാസം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ലൊരു സമയവും മാസമാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ മന്താണ് നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയാം. പലരെയും സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫുൾ മൂൺ, ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസ്, അതേപോലെ പോർട്ടൽസ്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന 11/11 പോർട്ടലുണ്ടായിരുന്നു, November 11/11. അതേപോലെ പോർട്ടൽസ് വരുന്ന സമയത്തുള്ള മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അത് നിങ്ങൾ മായ സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റിൽ നോക്കാവുന്നതാണ്. അതിൽ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അതിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളാണ് എപ്പോഴും എന്നുള്ളൊരു ചിന്ത, പലപ്പോഴും ആയിട്ട് പല കാര്യങ്ങളും തടസ്സങ്ങൾ വന്നതുകൊണ്ടിട്ട് ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോയതാവാം. അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളിലും ഒക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് അതിനെ സൂചിപ്പിക്കുന്നത്. നല്ലൊരു എനർജിയാണ്. അതേപോലെ ഹർമണി, പ്രഗ്നൻസിയാണ് വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നത്, വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇത് ബിസിനസ്സാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങുന്നതായിട്ടാണ്, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഓൺട്രപ്രണോറിയൽ എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു വളരെയധികം സ്വന്തമായിട്ട് കാര്യങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം സക്സസ്ഫുൾ ആകുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെയോ അറിയാം എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന്, പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളതിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഈ ഒരു മാസം അതിനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ജോലി ചെയ്യാതെ കുടുംബം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ്, ഇത് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നൊരു വീട്ടമ്മയാണ് എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സമയമാണ്. അപ്പോൾ നല്ല എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുക. അൾട്രാ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു സമയത്തിലേക്കാണ്. വളരെ നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫയർ എനർജി, അതായത് അഗ്നിയാണ് സൂചിപ്പിക്കുന്നത്. എന്തും വളരെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെയധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു മാസമാണ് അത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടർന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങളെങ്കിൽ
എങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ മറികടന്നിട്ട് അല്ലെങ്കിൽ അതിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചു വരവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, തറവാടിൽ ചില ആളുകൾ നിങ്ങളുടെ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളുടെയും പര്യവസാനമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അവസരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുകളയേണ്ടുന്നത്, പലതും വിട്ടുകളയുക എന്നുള്ളത്. കാരണം ഇവിടെ പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പല പ്രാരബ്ധക്കെട്ടുകളും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. റിക്കവറി, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ തിരിച്ചു വരേണ്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കാൻ പറയുന്ന സമയത്ത് പലതും അടുക്കിപ്പെറുക്കുമ്പോൾ പലതും വേണ്ടെന്ന് വെച്ച് മാറ്റി വയ്ക്കും. പക്ഷെ മാറ്റിവെച്ച കാര്യങ്ങളിൽ പലതും നമ്മൾ വീണ്ടും തിരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി അത് മനസ്സുകൊണ്ട് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. മാറ്റി വെച്ചിട്ടുള്ള കാര്യം വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കളയാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ പോലും പലർക്കും അതൊരു പ്രയാസമാണ്. അപ്പോൾ ഇത് നമ്മൾ പഴയത് എത്രത്തോളം കൂട്ടിവെക്കുന്നു അത്രത്തോളം നമ്മുടെ കയ്യിൽ പഴയതാണോ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാം. പുതിയ കാര്യങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വരണം, നല്ല നല്ല പോസിറ്റിവിറ്റി വരണമെങ്കിൽ നമ്മൾ പഴയത് മാറ്റിയാൽ മാത്രമേ പുതിയത് വയ്ക്കാനുള്ള ഇടം ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുക. അതൊരു പോസിറ്റീവ് സൈഡാണ്. പലപ്പോഴും പല കുടുംബങ്ങൾ, നമ്മൾ പറയാം, പല കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങൾ നോക്കി പഴയത് തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ടാവാം. വിലപിഴപ്പുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അത് മാറ്റിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതൊരു നെഗറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ ഒരു മാസം അവസാനം തന്നെ അടുക്കി പറക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റി വയ്ക്കുക, അത് തിരിച്ചെടുക്കാതെയും ഇരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഗൈഡൻസ് ആണ്, അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുന്നുണ്ട് ആ ഒരു പ്രപഞ്ചശക്തി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ ചെയ്യാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ആയിട്ട് നോക്കാം. മലയാള മാസം 1-ാം തീയതിക്ക് മുമ്പ് നമ്മൾ പൊതുവെ എല്ലാ മാസത്തിലും 1-ാം തീയതി ഉണ്ട്. അപ്പോൾ ആ 1-ാം തീയതിക്ക് മുമ്പുള്ള തലേ ദിവസം എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി പറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ വീക്കെൻഡിൽ ചെയ്ത് വയ്ക്കാം. കളയാനുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ മാറ്റി വെച്ചത് ഒരിക്കലും തിരിച്ചെടുക്കാതെ ഇരിക്കുക. ഈ ഒരു തവണ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ളൊരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. പ്രൊട്ടക്ഷനാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതേപോലെ വിദേശത്തേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അതിനർത്ഥം വലിയ ഇഷ്യൂസ് ഉണ്ടാവുമെന്നുള്ളതല്ല, ചെറിയ സിറ്റുവേഷൻസ് ആണ് എങ്കിലും ഇൻഷുറൻസ് നല്ല രീതിയിൽ ഉണ്ട് എങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കയ്യിൽ നിന്ന് പൈസ അധികം പോവില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളുടെ പുതിയ ഐഡിയാസ് ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പല കാര്യങ്ങളും ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് വരുന്നില്ല. കാരണം നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ആ ഒരു എനർജി. അതേപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ടാണ് നിങ്ങളിലേക്ക്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു മാസം അതൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അതൊക്കെ ബ്ലോക്കുകളൊക്കെ മാറി ജീവിതം മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഹാർഡ് വർക്കിനുള്ള ഫലം കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ വെൽത്ത്, അതായത് സാമ്പത്തിക കാര്യത്തിൽ ജോലിയിൽ മാത്രം ഉള്ളൊരു ഫോക്കസ്, അതിൽ സോൺലി, അതായത് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കാതിരിക്കുക.
അതിൽ ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്താം. പക്ഷേ ഒരു സൈഡിൽ കൂടി നമ്മൾ ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഒരു ബാലൻസ് ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.